ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഒത്തുകൂടലും കുറച്ച് നേരം സംസാരിക്കലും ഫുഡ് കഴിക്കലൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ അത് രാവിലെ തന്നെ ഇഷ്മോനും പൊന്നും മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ രാവിലെ മോനൊക്കെ പോയതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം വെക്കാൻ കേട്ടോ. ഇപ്പോൾ രാവിലെ നീറ്റ് വന്നേക്കന്നെ തൈറോയിഡിൻ്റെ ഗുളിക കുടിക്കലും നമ്മുടെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കിച്ചണിലേക്ക് കയറുക കേട്ടോ. പിന്നെ കുട്ടികളങ്ങനെ രാവിലെ ചായ ഒന്നും കുടിക്കാറില്ല, വെള്ളം മാത്രം കുടിച്ചിട്ട് പോവുക. അവർ ചായ കുടിക്കുകയാണെങ്കിൽ അവർക്ക് ഛർദ്ദിക്കാൻ വരുള്ളൂ. അപ്പോൾ ചായ ഒന്നും കുടിക്കാറില്ല, വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പോവാറ്. പിന്നെ അവർ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക, ഒരു 8:30 ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് തന്നെ എത്തിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പൊക്കെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ മാവൊക്കെ കൂട്ടുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് വെക്കൂട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല പൊങ്ങി കിട്ടും ചെയ്യും, നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ തട്ടിൽ ആദ്യം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കട്ടോ. ഒന്ന് ആവി കയറിയതിന് ശേഷമാണ് അതിലേക്ക് മാവ് ഒഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ ഒരു തട്ടിലൊട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ നേരത്തെ തന്നെ നമുക്ക് പണി കഴിയുമല്ലോ. ഒരു 2 ട്രിപ്പ് ഉണ്ടാക്കിയാൽ തന്നെ ഇഡ്ഡലി റെഡിയാവും. അപ്പോൾ ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു തക്കാളിയും ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇന്ന് ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഇന്ന് ഇക്കാക്ക് ഫുഡ് വേണ്ട പറഞ്ഞു. അപ്പോൾ ഇന്ന് ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ, വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞാൽ നേരത്തെ തന്നെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചില വീഡിയോസിനൊന്നും സൗണ്ട് കുറവാണെന്നൊക്കെയുള്ള കമൻസൊക്കെ ഞാൻ കണ്ടിട്ടോ. അപ്പോൾ റിപ്ലൈ തരാത്ത വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഞാൻ മാക്സിമം സൗണ്ടിലാണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ് അത് പബ്ലിക്കാവുമ്പോൾ സൗണ്ട് കുറവെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനി ചിലരുടെ ഫോണിൻ്റെ പ്രശ്നമാണോ അതും അറിയില്ല. എന്തായാലും ഞാൻ അതിനൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ കാണാം കേട്ടോ. ഞാൻ ചെറിയൊരു മൈക്ക് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വ്ളോഗൊന്നും ഇടാത്ത ഇത്താന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ വ്ളോഗാകുമ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ സമയം വേണ്ടേ. അപ്പോൾ ഒരു മടി കാരണം കേട്ടോ ഞാൻ വ്ളോഗൊന്നും ഷെയർ ചെയ്യാത്തത്. റെസിപ്പി മാത്രമായിട്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ പോകുന്നത്. ഇൻഷാ അല്ലാഹ് കഴിയുന്നത്ര എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വ്ളോഗും എടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഒരു കമൻറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് കൂടുതലും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കൂടി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ ഒന്നും കൂടി ഒരു ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം തിളക്കാറായി പിന്നെ ഞാൻ ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വെള്ളം തിളപ്പിച്ചപ്പോൾ കരിഞ്ജീരകം മാത്രം ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലിക്കുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതൊരു പാൻ ചൂടാക്കിയതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള വല്ലാതെ വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നുകൊണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് മാത്രം വെക്കട്ടെ, ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ചായക്കുള്ള വെള്ളം കൂടി ഞാൻ ആ ഒരു സ്റ്റവിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തിയൊക്കെ ആകുമ്പോഴേക്കും ചായ അവിടെ തിളക്കാറാവുമല്ലോ. അപ്പോൾ ചായ തിളക്കുമ്പോഴേക്കും അടുത്ത് അവിടെ റെഡിയാക്കി വെക്കും കേട്ടോ. ആ ഒരു അടുപ്പിലേക്ക് വെക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണികൾ തീരും. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ജസ്റ്റ് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു പീസ് മാത്രം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തേങ്ങ ഞാൻ ചിരകിയിട്ട് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ പണികളൊക്കെ പെട്ടെന്ന് തീരാൻ നല്ല യൂസ്ഫുൾ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ മിക്സർ ജാറിട്ട് ചെറിയ ജാറിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി അവിടെ റെഡിയാവും. പിന്നെ ഇതിലേക്കുള്ള ചട്നി ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ അറിയുന്ന കാര്യം തന്നെ ആവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ പീസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നായതുകൊണ്ട് ചിലപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കട്ടെ, നല്ല കട്ടായിട്ടുള്ള തേങ്ങയാണെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവർക്കും കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ നമുക്ക് എങ്ങോട്ടേലും പോവാനുള്ള ദിവസം ഒന്നും കൂടി പണി നേരത്തെ കഴിയില്ലേ, അത് എന്താണെന്നുള്ള മാജിക് എന്നറിയില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പോവാനുള്ള ദിവസമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ തേങ്ങ ഇവിടെ അരച്ചിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ഒരു തേങ്ങയിലേക്ക് ഒഴിക്കാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ചട്നി ഞാൻ ചൂടാക്കാറില്ല. പിന്നെ നമ്മൾ താളിച്ച ഒരു പാത്രത്തിലേക്ക് ഒരു 1-2 കയ്യിലോ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നു മാത്രം. ഇങ്ങനെ ഞാൻ എപ്പോഴും ചട്നി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അതാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലി ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് കേട്ടോ. അതിലൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ആ തട്ടിലൊന്ന് നമ്മൾ എണ്ണ തൂക്കി കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. നല്ല തണുത്തിട്ടാണെങ്കിൽ ഒട്ടും ഒരു തരി പോലും ഉണ്ടാവില്ല ഒരു തട്ടിൽ. നമ്മൾ ഇഡ്ഡലി എടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും അടർത്തിയെടുക്കാനും പറ്റും. അപ്പോൾ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതാ കുട്ടികളൊക്കെ മദ്രസ ഇട്ട് വന്നു. അപ്പോൾ അവരൊക്കെ ചായ കുടിക്കാൻ കേട്ടോ. ഇഷിമോനിക്കും ഉള്ള ചായ ചില ദിവസം തന്നെ കഴിക്കും കേട്ടോ. 2 ഇഡ്ഡലി വെച്ച് കൊടുത്തുന്നുള്ളൂ, അത്രയൊന്നും കഴിക്കുന്നില്ല, ഒരെണ്ണമൊക്കെ തന്നെ കഴിക്കുള്ളൂ. പിന്നെ ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശയ്ക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ അതുമ്മ പിടിച്ച് കയറിയിട്ട് പിന്നെ അന്ന് സ്കൂൾ പോകില്ല കേട്ടോ. ഭയങ്കര വാശിയാവും പിന്നെ അത്. അതെ, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനി എൻ്റെ ബാക്കിയുള്ള പണികളും കൂടി പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്കും ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഒരുങ്ങലും പണികളൊക്കെ തീർന്നതിന് ശേഷം ഞാൻ വെള്ളങ്കല്ല് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ബൈക്കുമാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൂടെ പോകുന്നതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ ഞങ്ങളെ കൂടിക്കാഴ്ചയിൽ ഗർഭിണിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞുവാവ വന്നിട്ടുണ്ട്. 2 കുട്ടികളാണ് കേട്ടോ ലിജിക്ക്. അപ്പോൾ ഓരോരുത്തരായിട്ട് ചിലർ 2 മണിക്കൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറേ തടസ്സങ്ങളൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞത്ര ശ്രമിച്ചിട്ട് അങ്ങനെ 2 മണിക്കൊക്കെ തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കണ്ട ഒരു സന്തോഷവും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് കുറേ നേരം ഇരിക്കലൊക്കെ ചെയ്തിട്ടോ. പിന്നെ കേക്ക് മുറിക്കലും ഫുഡ് കഴിക്കലൊക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളല്ലാതെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് ഫ്രണ്ട്സുകളെ കൂടെ ആണെങ്കിലും ഒക്കെ ഒന്ന് കുറച്ച് നമ്മൾ ആ ഒരു പഴയ ഒരു കാലത്തിലേക്കൊന്ന് മടങ്ങൂലേ, ഒരു കുറച്ച് സമയം. അതൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ എല്ലാവർക്കും വരാനും പറ്റിയ സ്പേസ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ തന്നെയാണ് എല്ലാവരും കൂടി ഒത്തുകൂടിയത്. അപ്പോൾ എല്ലാവർക്കും എങ്ങോട്ടാണ് വരാൻ പറ്റിയത് ആ ഒരു സ്പേസ് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചൂസ് ചെയ്തത്. പിന്നെ ഇവിടെ ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഇല്ല കേട്ടോ. 2-3 പേരൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. Keep me wondering, is our love strong? Just like a love song, baby, it's haunting me. Don't know what you're thinking, it's like I'm sinking deep underwater. Maybe it's harder for me. Oh, harder for me. Maybe we're over it, or maybe just lovers.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുന്നത് നമുക്ക് പിന്നീട് ഒരു മെമ്മറി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ തോന്നുന്ന സമയത്ത് കാണാമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും